റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. സലാസുൻ മൂന്ന് വിഷയങ്ങൾ. ഇൻ കുന്ന ആ മൂന്ന് വിഷയങ്ങളായി കഴിഞ്ഞാൽ, ഇദാ ഖറജ്ന എന്ന ഹദീസിലുണ്ട്, ആ മൂന്ന് വിഷയങ്ങൾ പുറത്തു വന്നാൽ, لا تنفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. അതുവരെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പിന്നെ വിശ്വാസം ഉപകരിക്കുകയില്ല. അതുവരെ തൗബ ചെയ്യാത്തവർക്ക് പിന്നീട് തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. അങ്ങനത്തെ മൂന്ന് വിഷയങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂന്നെണ്ണം അൽ മസീഹുദ് ദജ്ജാൽ വദാബത്തുൽ അർളി വതുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ. ഒന്ന് മസീഹുദ് ദജ്ജാലാണ്, മറ്റൊന്ന് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന അത്ഭുതകരമായ ഒരു ജീവിയാണ്, മൂന്നാമത്തേത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ്. ഈ മൂന്ന് വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഈമാൻ ഉപകരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അത് നമ്മൾ കാണുകയും ചെയ്ത വിഷയങ്ങളാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞത്, നമുക്ക് ബോധ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലത്ത് പുലരുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നവയുണ്ട്, ഇനി പുലരാൻ പോകുന്നവയുണ്ട്. ഖുർആനിൽ ചില വിഷയങ്ങൾ അങ്ങനെയാണ്. നമുക്കിന്ന് ബോധ്യപ്പെട്ടവയുണ്ട്, ഇനി ബോധ്യപ്പെടാനിരിക്കുന്നവയുണ്ട്. നമ്മുടെ ഇന്നലത്തെ പരിപാടി വീക്ഷിച്ച നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അവർക്ക് ഖുർആനെ കുറിച്ചും അതിന്റെ ചില അത്ഭുതങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. മാഷാ അല്ലാഹ്, ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു കാര്യമാണത്. പക്ഷെ നമ്മുടെ വിഷയം അന്ത്യനാളിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെടുത്തി ആയതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോയത്. പക്ഷെ അവർക്ക് വേണ്ടിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. അതൊരു നല്ല താല്പര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. നമ്മൾ ദഅവത്ത് ചെയ്യുന്നു, നമ്മുടെ സുഹൃത്തുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കൾ, സഹോദരിമാർ അവരുടെ വീട്ടിലിരുന്നിട്ടോ ഇവിടെ വന്നിട്ടോ അവർ കേൾക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതൊരു ദഅവത്താണ്. കാരണം ചില ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല സന്മാർഗ്ഗങ്ങൾ തുറന്നു കൊടുത്താൽ അവർക്ക് ഹിദായത്ത് ലഭിച്ചേക്കും. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ കലാം കേൾക്കണമെന്ന് അവർ ഇഷ്ടപ്പെടുന്നത്. അല്ലാഹുവിന്റെ വചനം, സൃഷ്ടാവിന്റെ വാക്കുകൾ ഒന്നറിയണം എന്നവർ ആഗ്രഹം പറയുന്നത്. എപ്പോഴും നമ്മൾ ദഅവത്ത് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. നമ്മൾ തമ്മിലെ വാഴ് പറയുന്നത്. ഈ പള്ളിയുടെ മുറ്റത്താണ് വാഴ് നടക്കുന്നത്. എന്തായാലും മിനിമം പള്ളിക്ക് വരുന്നവരല്ല ഇങ്ങോട്ടെത്തൂ. പക്ഷേ പള്ളിയുമായി അകന്ന് ജീവിക്കുന്ന വലിയൊരു സമൂഹം മുസ്ലിമീങ്ങൾ തന്നെയുണ്ട്. അവർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അമുസ്ലിമീങ്ങളായ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വീട്ടിൽ പോയി അവരെ ക്ഷണിക്കുക. നമ്മുടെ അതിഥികളായ നിങ്ങളൊന്ന് വരിൻ, ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഇരുത്തിയിട്ട് അവർക്ക് കൂടെ മനസ്സിലാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താൽ വലിയ കൂലി കിട്ടും. പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് വിഷയങ്ങളിൽ നുബൂആത്ത്, പ്രൊഫസീസ്, പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. നടക്കാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞത്. വലിയ വലിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ സംഭാവനകളാണ്. ആദ്യകാലത്തെ സയന്റിസ്റ്റുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നാണല്ലോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഖുർആൻ തന്നെ ചർച്ച ചെയ്തവയാണ്, സംഭവിക്കാൻ പോകുന്നവയാണ്. സംഭവിച്ചു കഴിഞ്ഞത് മനസ്സിലാകുമ്പോഴാണ് ഇനി സംഭവിക്കാനുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആകാംക്ഷ തോന്നുക, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം തോന്നുക. പ്രസിദ്ധമായ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണത്. ഫറോവ ചക്രവർത്തി
സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് ശത്രുതയിൽ ജീവിച്ച ഫറോവ ചക്രവർത്തി ഫിർഔൻ, റംസീസ് രണ്ടാമൻ എന്നാണ് അയാളുടെ പേര്. ഫിർഔനുമാർ ഒരുപാടുണ്ട്. ഫിർഔൻ എന്നതൊരു സ്ഥാനപ്പേരാണ്. ഒരുപാട് ഫിർഔനുണ്ട്. മൂസാ നബിയുടെ കാലത്തെ ഫിർഔന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. വിശ്വസിച്ചിരുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. ചെങ്കടൽ പിളർന്ന മഹാത്ഭുതം നടന്നു. ബൈബിൾ പുസ്തകം അതിനെ വിളിക്കുന്ന പേരാണ് എക്സോഡസ്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ മഹാനായ മൂസ നബിയും ഇസ്രായേലികളായ മക്കളും മുറിച്ചു കടന്ന ആ മഹാസംഭവത്തെ വിവരിക്കുന്ന ബൈബിളിന്റെ ഭാഗമാണ് എക്സോഡസ്. ഫറോവയും സൈന്യവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു വെള്ളത്തോട്. അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ. അള്ളാഹു എന്താ പറഞ്ഞത്? ഫറോവ അന്നേരം പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികൾ, യാക്കൂബ് നബിയുടെ മക്കൾ. ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം യാക്കൂബ് എന്നാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കൾ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം. അതുകൊണ്ടാ ബനു ഇസ്രായേൽ എന്ന് പറയാൻ കാരണം. അല്ല, ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാക്കൂബ് നബിയുടെ പേരാണത്. ഇസ്രായേൽ സന്തതികളും മൂസ നബിയും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത്, ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഫറോവ, ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. اليوم ننجيك ببدنك لتكون لمن خلفك آية. اليوم ننجيك, നിന്നെ നാം ഇന്ന് രക്ഷപ്പെടുത്തും. ബിബദനിക, നിന്റെ ഡെഡ് ബോഡി, നിന്റെ ശവശരീരം നാം സൂക്ഷിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും. ഈസാ നബി അലൈഹിസ്സലാമിന്റെയും 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് BC 3000 അല്ലാഹു പറഞ്ഞ വാക്കാണ്. പ്രസിദ്ധമായ ഖുർആൻ ഇറങ്ങി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ സ്വഹാബികൾ ഒരാളും എന്ന് ചോദിച്ചില്ല, നബിയെ, എവിടെയാണ് ഫറോവയുടെ ശരീരം കിടക്കുന്നത്? എവിടെയാണത് നബിയെ? അന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അവരും ഓതുന്നുണ്ട്, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ. സുഹാബികൾ ചോദിച്ചില്ല, നബിയെ, ഇങ്ങനെ ഒരു വാക്ക് അല്ലാഹു പറഞ്ഞിട്ട് ഫറോവയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ. ചോദിച്ചില്ല. അവർക്കറിയാം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. താബിഈങ്ങൾ ചോദിച്ചിട്ടില്ല, ഉലമാഇനോട് സംശയം ഉയർത്തിയിട്ടില്ല. അല്ലാഹു പറയുന്നു, എവിടെയാണ് ശരീരമെന്നറിയില്ല. താബിഈകളുടെ കാലം കഴിഞ്ഞു. 1400 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് ഓറിയന്റലിസ്റ്റുകൾ എഴുതിവിട്ടത് എവിടെ ആ ശരീരം. ഓറിയന്റലിസ്റ്റുകാർ അവരെഴുതിവിടാണ്. ഖുർആനിൽ തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫല ശ്രമം നടത്തുകയാണ്. എവിടെയാണ് ആ ശരീരം? ആ നേരത്താണ് അല്ലാഹു 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് 1905 ഉള്ളിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത്. ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി. BC 3000-ങ്ങളിൽ ജീവിച്ചുപോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ, ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം.
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പെട്ടികിട്ടി, പരിശോധിച്ചു നോക്കി. ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക്. സയന്റിസ്റ്റുകൾ പഠിച്ചു നോക്കി. ഈജിപ്തിന്റെ പുരാതനമായ ഈജിപ്ഷ്യൻ ലിപികൾ അവർ വായിച്ചെടുത്തു. നോക്കുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പടപൊരുതി ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറോവയുടെ ഡെഡ് ബോഡിയാണിത്. ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട്. ആർക്കും പോയി കാണാൻ പറ്റും. അവിടുത്തെ അത്ഭുതം, ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം. ഈ ഫറോവയുടെ ഡെഡ് ബോഡിക്ക് ഒരു മരുന്നും വേണ്ട, വെറും ചിൽക്കൂടിൽ വെച്ചിരിക്കുകയാണ്. 3000 കൊല്ലങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പ് തങ്ങളുടെ കാലമാകുമ്പോഴേക്കും 3500 കൊല്ലങ്ങൾ കഴിഞ്ഞു. അതും കഴിഞ്ഞൊരു 1400 കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ആലോചിച്ച് നോക്കണം, 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശരീരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നടക്കുകയാണ്. ആ ശരീരം മനുഷ്യർക്ക്, ലോകത്തുള്ള സർവ്വ മനുഷ്യരും സംശയാലുക്കളായ ആളുകൾക്ക്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ അത്ഭുതം മതിയാവാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി തികയാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആത്മീയമായ ഉത്ബോധനം തികയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. ഫറോവയുടെ ഡെഡ് ബോഡി ഇന്നും കിടക്കുകയാണ്. എപ്പോഴാ കണ്ടെത്തിയത്? 20-ാം നൂറ്റാണ്ടിൽ. എന്താ ഇങ്ങോട്ട് ബന്ധിച്ചു വെച്ചത്? അപ്പോഴല്ലേ സംശയത്തിന്റെ ആളുകൾ വന്നത്. അവര് കണ്ടോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. റൂം, ക്രിസ്ത്യാനികളായ റോമക്കാർക്ക് പരാജയം സംഭവിച്ചു. ഫീ അദ്നൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത്. അദ്നൽ അർള്, the lowest point on earth. ഞാൻ മക്കളോട് ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മണ്ണ് എവിടെയാണ്? ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ്? ഫലസ്തീനിന്റെ അടുത്താണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു ഫീ അദ്നൽ അർളി, അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ദനാ യദ്നു, അദ്ന എന്ന് പറഞ്ഞാൽ the lowest, അത് സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ, ഡെഡ് സീയുടെ, ഇന്നത്തെ ജോർഡാനിന്റെ, പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം, ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ, ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ, ആ ചാവുകടലിന്റെ കരപ്രദേശങ്ങളാണ്, അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും താഴ്ന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ്. എവിടെ നിന്ന് കിട്ടി? റൂം. അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ, ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ്, പേർഷ്യക്കാർ തീ ആരാധകരാണ്. ആ തീ ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കക്കാരായ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം. അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു. സൂറത്തുർ റൂം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമൻ സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഫീ അദ്നൽ അർളി. റോമ പേർഷ്യൻ യുദ്ധം നടന്നത് ഡെഡ് സീയുടെ ചാരത്താണ്, ചാവുകടലിന്റെ കരയിലാണ്. അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീന. 10-ൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപൊരുതി ജയിക്കാൻ പോകുന്നു. ഇത് പറഞ്ഞ് 7-ാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു.